കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. മാമിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് അന്വേഷണ സംഘം ഉടൻ മൊഴിയെടുക്കും. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറും. മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ പ്രാഥമിക വിവരശേഖരണമാണ് നടക്കുന്നത്. കുടുംബാംഗങ്ങളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. മാമിയുടെ സുഹൃത്തുക്കളിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കും. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചാവും തുടർ നടപടി. തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഫോണുകളും മറ്റും തിരുവനന്തപുരം ഫോറൻസിക് ലബോറട്ടറിയിലാണുള്ളത്. ഇവയും ക്രൈംബ്രാഞ്ചിന് കൈമാറും. വിവരങ്ങൾ നൽകിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാത്ത വിഷയങ്ങൾ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കാനാണ് മാമിയുടെ കുടുംബത്തിന്റെ തീരുമാനം. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG P പ്രകാശിന്റെ മേൽനോട്ടത്തിൽ DYSP U പ്രേമനാണ് അന്വേഷണ ചുമതല. മാമി തിരോധാനത്തിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. 2023 ഓഗസ്റ്റ് 21 കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമിയെ കാണാതായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.